കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ നാളെ ആരംഭിക്കും. ഇതിനായുള്ള വിമാനം കൊച്ചിയിൽ എത്തിച്ചു. 3 ദിവസങ്ങളിലായി 12 പരീക്ഷണ സർവീസുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്കാണ് ആദ്യ ട്രയൽ റൺ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ലക്ഷദ്വീപ് ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലെബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെബി, കഴിഞ്ഞ ദിവസമാണ് ലക്ഷദ്വീപ് അവരുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പദ്ധതിയെയും കാണുന്നത്. മധു, തീർച്ചയായും ലക്ഷദ്വീപ് ടൂറിസത്തിന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സീപ്ലെയിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ 3 ദിവസമാണ് ട്രയൽ റണ്ണിനായി ഉദ്ദേശിക്കുന്നത്. എന്നാൽ കനത്ത മഴ കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ മഴ തുടരുന്ന സാഹചര്യമാണെങ്കിൽ അതിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കും. മഴ ഇല്ല എങ്കിൽ, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ തന്നെ ട്രയൽ റൺ ആരംഭിക്കും. ആ ട്രയൽ റൺ 3 ദിവസം നീണ്ടു നിൽക്കും. ട്രയൽ റൺ കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്കാണ് ആദ്യ സർവീസ് നടത്തുക. ഈ ട്രയൽ റൺ വിജയകരമാണെങ്കിൽ അവിടെ നിന്ന് അഗത്തിയിൽ നിന്ന് ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിലേക്കുള്ള പരീക്ഷണ പറക്കൽ നടക്കും. അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ സർവീസിലേക്ക് കടക്കും. 20 സീറ്റുകളുള്ള ഡബിൾ എഞ്ചിൻ വിമാനമാണ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ കുതിച്ചുചാട്ടം ലക്ഷദ്വീപിലെ ടൂറിസം മേഖലയ്ക്ക് ആകമാനം ഉണ്ടാകും. ടൂറിസം മേഖലയിൽ ഈ ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് അങ്ങോട്ട് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. വലിയ ടൂറിസം വികസനം തന്നെയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത്. ഏതായാൽ കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ഉറപ്പായും നാളെ തന്നെ ഈ പരീക്ഷണ പറക്കൽ ഉണ്ടാകും. മാധു, ലെബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള സീപ്ലെയിന്റെ പരീക്ഷണ പറക്കലാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്.